ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾ ഉടൻ ഫോൺ എടുക്കാറുണ്ടോ? ഒരു റീൽ കണ്ടു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. വെറും ഒരു ശീലമല്ല, നമ്മുടെ ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡോപ്പമൈൻ ലൂപ്പാകാം. ക്യൂ, ആന്റിസിപ്പേഷൻ, ആക്ഷൻ, റിവാർഡ്, റിപ്പീറ്റ്. ഇതിൽ ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുന്ന ഒരു വസ്തുവോ ഒരു ചിന്തയോ ഒരു കാഴ്ചയോ എന്തു തന്നെയുമാകാം. അതെന്താണെന്ന് അറിയുവാനുള്ള നമ്മുടെ ഒരു തോന്നലുണ്ട്, അതാണ് ആന്റിസിപ്പേഷൻ. നമ്മൾ ഫോൺ എടുക്കുന്നു, അത് ആക്ഷൻ. മെസ്സേജ്, ലൈക്ക്, റീൽ, റിവാർഡ്. നമ്മുടെ ബ്രെയിൻ പഠിക്കുന്നു, ഇത് വീണ്ടും ചെയ്യാം. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് തന്നെ ഫോൺ ചെക്കിങ്, സ്ക്രോളിങ്, ഗെയിമിങ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിൽ മുഴുകുന്നു. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഡോപ്പമൈൻ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ മാത്രമല്ല, അത് നമ്മുടെ മോട്ടിവേഷൻ, റിവാർഡ് ലേണിംഗ്, ആന്റിസിപ്പേഷൻ എന്നിവയിലെല്ലാം പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ഗുണകരമായ രീതിയിൽ ഈ ഡോപ്പമൈൻ ലൂപ്പിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രയോജനമുണ്ടാക്കും. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കാം. ഡോപ്പമൈൻ ലൂപ്പിനെ പ്രയോജനകരമായി എങ്ങനെ മാറ്റാം? ക്യൂ, ആന്റിസിപ്പേഷൻ, ആക്ഷൻ, റിവാർഡ്, റിപ്പീറ്റ്. ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ക്യൂ എന്ന് പറയുന്നത് എനിക്ക് പഠിക്കണമെന്ന ഒരു തോന്നലോ, അല്ലെങ്കിൽ അവൻ്റെ പഠന പുസ്തകങ്ങൾ കാണുമ്പോൾ അവൻ്റെ പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഓർമ്മ വരുന്നതോ, അവൻ്റെ പഠനമുറിയിലെ ചുമരിൽ പതിപ്പിച്ചിട്ടുള്ള ടൈം ടേബിൾ കാണുമ്പോൾ ഉള്ള ആ ഒരു പഠിക്കണമെന്നുള്ള ആ ഒരു തോന്നലും ഒക്കെ നമുക്ക് ക്യൂ എന്ന് പറയാം. പഠിക്കുവാൻ വേണ്ടിയിട്ട് അവൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ആന്റിസിപ്പേഷൻ. അവൻ പഠിക്കുവാനായിട്ട് തുടങ്ങുന്ന ആക്ഷൻ എടുക്കുകയാണ്. 25 മിനിറ്റ് കൊണ്ട് എനിക്ക് ഈ ഒരു പാഠത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലെസൻ്റെ ഇത്രയും ഭാഗം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി 25 മിനിറ്റ് അവൻ ഉപയോഗിക്കുന്നു. അത്രയും അവൻ ഫിനിഷ് ചെയ്യുന്നു. ഫിനിഷ് ചെയ്തതിന് ശേഷം അവൻ അല്പം ഒന്ന് റിലാക്സ് ചെയ്യുകയാണ്, ഒന്ന് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ അവന് എൻജോയ് ചെയ്യുവാനുള്ള ആ ഒരു മൂഡ് ലഭിക്കും, അവന് ഒരു സന്തോഷം ലഭിക്കും. അതാണ് റിവാർഡ്. റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും അവന് തോന്നുകയാണ് വീണ്ടും ഇങ്ങനെ ചെയ്താൽ എനിക്ക് കൂടുതൽ പഠിക്കും, എനിക്ക് പഠിക്കുവാൻ സാധിക്കും, എനിക്ക് കൂടുതൽ ഗുണകരമാകുമെന്ന് അവൻ ചിന്തിക്കുന്നു. അങ്ങനെ 25 മിനിറ്റ് വീതം അവന് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു പാഠഭാഗം അവൻ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോഴുണ്ടല്ലോ അവനുണ്ടാകുന്ന ഒരു ഡോപ്പമൈൻ ലൂപ്പുണ്ട്. അതാണ് ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് പ്രയോജനകരമായ ഡോപ്പമൈൻ ലൂപ്പ്. വീണ്ടും അവന് റിപ്പീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. അങ്ങനെ അവൻ്റെ ഈ ഡോപ്പമൈൻ ലൂപ്പ് അവനിൽ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുകയാണ്. കൃത്യമായിട്ട് ഇരുന്ന് ഫുൾ ഫോക്കസോട് കൂടെ പഠിക്കുവാനുള്ള ഒരു ഹാബിറ്റ്. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ നിയന്ത്രിക്കേണ്ടതില്ല, അതിനെ ട്രെയിൻ ചെയ്യണം. യുവർ ഹാബിറ്റ്സ് ഷേപ്പ് യുവർ ബ്രെയിൻ, യുവർ ബ്രെയിൻ ഷേപ്സ് യുവർ ഹാബിറ്റ്. ഡോണ്ട് ഫോളോ ഇൻസ്റ്റന്റ് പ്ലഷർ, ട്രെയിൻ യുവർ ബ്രെയിൻ ഫോർ മീനിങ് പർപ്പസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.